ഗർഭിണിയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ജീവനും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മാത്രം സിസേറിയൻ നടത്താവൂ എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം. എന്നാൽ കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ മാസം വരെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നടന്ന 41,884 പ്രസവങ്ങളിൽ 18,218 സിസേറിയൻ എന്നാണ് കണക്കുകൾ. ഏറ്റവും കൂടുതൽ സിസേറിയനുകൾ നടന്നത് ആലപ്പുഴ സർക്കാർ ആശുപത്രികളിലാണ്, 63.71%. എറണാകുളം ജില്ലയിൽ 61.3%, കോട്ടയത്ത് 56.6% ഗർഭിണികളാണ് സിസേറിയന് വിധേയരായത്. അതായത് ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ ഒരു പ്രസവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അമ്മയെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. ഈ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് മറ്റ് ആശുപത്രികളിൽ കൂടി നിൽക്കുന്നത്. ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രികളിൽ 2472 പ്രസവങ്ങൾ നടന്നപ്പോൾ 1575 സിസേറിയനിലൂടെയായിരുന്നു. സിസേറിയന് വിധേയരാകുന്ന സ്ത്രീകൾക്ക് ഭാവിയിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആർത്തവ വിരാമം വന്ന ശേഷം പോലും ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത സിസേറിയനുമായി ബന്ധപ്പെട്ടുണ്ടാവും. സർക്കാർ ആശുപത്രികളിൽ 60 പ്രസവ ശുശ്രൂഷ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഈ 60 ഇടങ്ങളിലും വേണ്ടത്ര ഡോക്ടർമാരും വേണ്ടത്ര മെഡിക്കൽ സംഘവും ഉണ്ടെങ്കിൽ തന്നെ സിസേറിയനുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിലൂടെ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ വലിയ പരിഗണന കൊടുക്കാനാകുമെന്നും അവർ പറയുന്നു. കോട്ടയത്തു നിന്നും ആൽവിൻ തോമസ്, മീഡിയ 1.